കുമ്പളത്താമണ്ണിലെ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവ കെണിയിൽ വീണിട്ടുണ്ട്. ദിവസങ്ങളായി വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്ന കടുവ കൂട്ടിലായതോടെ പ്രദേശവാസികൾ ഇപ്പോൾ ആശ്വാസത്തിലാണ്. സ്വകാര്യ ഫാമിലെ ആടിനെ ഇന്നലെ കടുവ കടിച്ചു തിന്നിരുന്നു. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. കുറെ നാളുകളായിട്ട് ആ നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു ആശ്വാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. എപ്പോഴാണ് കൂട്ടിൽ വീണത് അറിഞ്ഞത്? ഇനി നടപടികൾ എങ്ങനെയായിരിക്കും? പൂജ, ഗുഡ് മോർണിംഗ്. പകലും രാത്രിയുമായി പല കുറി നാട്ടിലിറങ്ങിയ കടുവ എന്തായാലും വടശ്ശേരിക്കര ഗ്രാമവാസികളെ ആകെ ആശ്വാസത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ ശുഭവാർത്ത. പ്രത്യേകിച്ചും ഈ പുലർകാലത്ത് ഇന്നലെ രാവിലെ 11:30 നാട്ടിലിറങ്ങിയ കടുവ അവിടുത്തെ ജംഗിൾ ബുക്ക് എന്ന സ്വകാര്യ ഫാമിലെ ആടിനെ കടിച്ചു കൊന്നു തിന്നുന്ന സ്ഥിതിയുണ്ടായിരുന്നു. തുടർന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് വനം വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തി. ഈ അവശിഷ്ടങ്ങൾ തന്നെയാണ് 2 മാസം മുമ്പ് മേഖലയിൽ സ്ഥാപിച്ച കൂട്ടിൽ തീറ്റയായി വെച്ചിരുന്നത്. അങ്ങനെ കൊന്നു തിന്നതിന് ശേഷമുള്ള അവശിഷ്ട ഭാഗങ്ങൾ കഴിക്കാൻ കടുവ വീണ്ടും എത്തുമെന്നുള്ള വനം വകുപ്പിന്റെ പ്രതീക്ഷ, അതിനനുസരിച്ചുള്ള ജാഗ്രത, ഇതാണ് കടുവയെ കൂട്ടിലാക്കാൻ സഹായകരമായിട്ടുള്ളത്. ഏറെക്കുറെ 3 വയസ്സിനടുത്ത് പ്രായമുള്ളതാണ് കടുവ എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഇപ്പോൾ കുമ്പളത്താമണ്ണിൽ കൂട്ടിലകപ്പെട്ടിട്ടുള്ള കടുവയെ വൈകാതെ തന്നെ വനം വകുപ്പ് വടശ്ശേരിക്കര റേഞ്ച് ഓഫീസിലേക്ക് മാറ്റും. അതിനുശേഷം ആരോഗ്യ പരിശോധന ഉണ്ടാകും. ഹെൽത്ത് ഓക്കെയാണ് എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്ന പക്ഷം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായി വരുന്ന ഗവി വനമേഖലയിൽ തുറന്നുവിടുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒക്ടോബർ 28 മേഖലയിൽ ആദ്യം കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന സംഭവം ഉണ്ടായത്. ജംഗിൾ ബുക്ക് ഫാമിൽ നിന്നും മേയാൻ വിട്ടിരുന്ന പോത്തിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അതിന്റെ മാംസാവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടി പലകുറി എത്തിയ കടുവയുടെ ചിത്രങ്ങൾ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 30 ഈ മേഖലയിൽ കൂട് സ്ഥാപിച്ചത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.